ഗോവിന്ദ, രവി സാറിന്റെ ടേബിളിൽ കൊടുത്തേക്ക്. ശരി സാർ. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാതിരുന്ന എങ്ങനെയാ? പറയണോന്ന് ഞാൻ പലപ്പോഴും തീരുമാനിച്ചതാ, ധൈര്യം കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാ പറ്റുമോ? എനിക്കിനി നീട്ടിക്കൊണ്ടുപോകാൻ വയ്യ. എന്നെ വീട്ടിൽ അമ്മ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. പറ്റിയ നാളെ തന്നെ നടത്തണമെന്ന് അമ്മ പറയുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ കല്യാണം നിർത്തി പഴയ കഥകളിലെ പോലെ സ്വയംവരം ആക്കിയിരുന്നെങ്കിലെന്ന്. ഒരു പൂമാലയുമായി വന്ന് രവിയുടെ കഴുത്തിലങ്ങിട്ടാല് കാര്യം കഴിഞ്ഞേനെ. കളി പറയേണ്ട നേരമല്ലത്. എനിക്കിനി ഒഴിവൊഴിവ് പറയാൻ പറ്റൂല. അങ്ങനെ വഴിക്ക് വാ. ഞാൻ എല്ലാം വിശദമായിട്ട് അവളോട് സംസാരിച്ചോളാം. അവളിങ്ങോട്ട് വന്നോട്ടെ. അണ്ണൻ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വിളിക്ക്. ഓക്കെ ഓക്കെ. അയ്യോ, ഡാഡി ആയിരുന്നു. സാരമില്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കും. എനിവേ, ഐ ഹാവ് ഗോട്ട് എ ഹാപ്പി ന്യൂസ് ഫോർ യു. നിന്റെ ഡാഡി നിന്നെ ആദിവാസി കൊണ്ട് കെട്ടിക്കുന്നില്ല. പകരം ഒരു അമേരിക്കക്കാരൻ കോന്തനെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാ? ബുഷ് എന്ന് മറ്റുമാണ് പേര്. ജോലി അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ആണ് പോലും. ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഞാൻ കൂടുതൽ കിന്നരിക്കാനൊന്നും പോയില്ല. മോളുടെ കല്യാണം നിശ്ചയിച്ചെന്നും പറഞ്ഞുള്ള വെയിറ്റ് കണ്ടപ്പോ അങ്ങേര് അമേരിക്ക വിലക്ക് മേടിച്ചെന്ന് തോന്നുന്നു. നിന്നെ ഉടനെ അങ്ങോട്ട് അയക്കണമെന്ന് പറഞ്ഞിരിക്കുക. ആ പാസ്പോർട്ടിങ് എടുത്തു. കാര്യത്തിൽ തുടങ്ങിയേക്കാം ഫോർമാലിറ്റീസ് ഒക്കെ. ഞാൻ എങ്ങും പോണില്ല. കളിക്കല്ലേ കൊച്ചേ, അവിടെ സദ്യയും പന്തലും വരെ ഒരുക്കി കഴിഞ്ഞു. എന്നോട് ചോദിച്ചിട്ടല്ലോ. ഞാൻ എങ്ങും പോണില്ല. നിക്കേ മോളെ, നിനക്ക് ഇവിടെ വിട്ടു പോകാനുള്ള വിഷമം എനിക്കറിയാം. സത്യം പറഞ്ഞാൽ നിന്നെ അയക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അങ്കിളിന് വേറെ ആരും ഇല്ലല്ലോ എന്നോർത്തത്. എന്റെ കൂട്ടും കുടുംബവും ഒക്കെ നീയല്ലേ. പക്ഷെ എന്തായാലും പോയല്ലേ പറ്റൂ. എന്നെക്കാളേറെ നിന്റെ മേൽ അധികാരവും അവകാശമൊക്കെ അച്ഛനല്ലേ കൂടുതലുള്ളത്. നിന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോ പുള്ളിക്കാരൻ ലോണിലെ സർജറിന്നില്ല. ഇപ്പൊ ഒറ്റയ്ക്കായപ്പോ മോള് കൂടെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ? എനിക്കും ഉണ്ടാവില്ലേ ചില മോഹങ്ങളൊക്കെ? കുട്ടി എന്തായി പറയുന്നേ? എന്ത് മോഹങ്ങളൊക്കെ? പറയാൻ വൈകിയതിൽ ക്ഷമിക്കണം. എനിക്കൊരാളെ ഇഷ്ടമാണ്. I mean, I love someone. I want to marry him.